മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം ട്രാൻസ്ഫോമിംഗ് ദ ഒപ്രസീവ് സ്ട്രക്ചറസ്. ട്രാൻസ്ഫോമിംഗ് ദ ഒപ്രസീവ് സ്ട്രക്ചറസ്. എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്. ഈ ഒരു കുപ്പി വെള്ളത്തിന് പല സ്ഥലത്തും പല തരത്തിലാണ് വില നിർണ്ണയിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇത് 8 രൂപയ്ക്ക് കിട്ടും. കേരളത്തിലാണെങ്കിൽ 13 രൂപ, 15 രൂപ, 20 രൂപ ഈ നിരക്കിലൊക്കെ ഈ കുപ്പി വെള്ളം വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ, ബസ് സ്റ്റാൻഡിൽ, കടകളിൽ. ഈ അടുത്ത സമയത്ത് ഞാനൊരു നിലവാരം തോന്നിപ്പിക്കുന്ന ഒരു ഹോട്ടലിൽ ഞാൻ കയറി. അവിടെ ഈ കുപ്പി വെള്ളത്തിന് 25 രൂപയാണ് റേറ്റ്. എന്റെ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്, വിമാനയാത്ര ചെയ്യുന്നവർക്കറിയാം 100-ലധികം രൂപ ഇതിന് കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റിക്കോ ക്വാളിറ്റിക്കോ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ എന്തുകൊണ്ട് ഇതിന്റെ വില മാറുന്നു? 8, 13, 15, 25, 100 ഇങ്ങനെ വില മാറുന്നു എന്ന് ചോദിച്ചാൽ അത് ചില ഘടകങ്ങളെ അനുസരിച്ചാണ്. എന്തൊക്കെ ഘടകങ്ങളാണ്? ഇതിരിക്കുന്ന സ്ഥലത്തെ അനുസരിച്ചിട്ടാണ് ഈ കുപ്പി വെള്ളത്തിന്റെ വില മാറുന്നത്. ഇങ്ങനെ തന്നെയാണ് മനുഷ്യനെയും പലതരത്തിൽ തിരിക്കാറുണ്ട്. പൂവർ പീപ്പിൾ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങൾ. കോമൺ പീപ്പിൾ, സാധാരണക്കാർ. ബാർബേറിയസ്, അപരിഷ്കൃതർ, പരിഷ്കൃതർ. VIP, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. VVIP, അതിനേക്കാളും വളരെ പ്രാധാന്യമുള്ളവർ. അങ്ങനെ മനുഷ്യനെ പല തരത്തിൽ തിരിക്കും. ഇവിടെ പോപ്പ് ഫ്രാൻസിസിന്റെ വാക്കുകൾ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കണം. ഒരു കുപ്പി വെള്ളത്തിന് പല സ്ഥലത്തും പല റേറ്റ് പോലെ മനുഷ്യനെയും പല രീതിയിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. പലതിന്റെയും പേരിൽ, പല മാനദണ്ഡത്തിന്റെയും പല ഘടകങ്ങളുടെയും പേരിൽ. പോപ്പ് ഫ്രാൻസിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. മനുഷ്യന്റെ അന്തസ്സ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി. ക്വാണ്ടിറ്റിക്കോ ക്വാളിറ്റിക്കോ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിന്റെ വില മാറും പോലെ എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള അന്തസ്സ്, ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര അധപ്പതിച്ചാലും അത് കുറയ്ക്കാനോ കൂട്ടാനോ കഴിയത്തില്ല. അതിനർത്ഥം വി ആർ ഈക്വൽ. കാരണം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കുപ്പിവെള്ളത്തിന് വില മാറുന്നു, മനുഷ്യനെ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ മനുഷ്യന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞ് അവന്റെ അന്തസ്സിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പോപ്പ് ഫ്രാൻസിസിന്റെ വാദം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില ഘടകങ്ങളാണ് ഒരു മനുഷ്യൻ ആരാണെന്ന് ഈ സമൂഹത്തിൽ പറയുന്നത്. ചില മനുഷ്യർ ഉയർന്ന തലത്തിലും ചില മനുഷ്യർ ഒപ്രസീവ്, അടിച്ചമർത്തലിലും ജീവിക്കുന്നത് ചില സ്ട്രക്ചറിന്റെ പിൻബലത്തിലാണ്. ഇന്നത്തെ വചനധ്യാനം അതിനെതിരെയുള്ള ശക്തമായൊരു വെല്ലുവിളിയാണ്. ട്രാൻസ്ഫോമിംഗ്, രൂപാന്തരപ്പെടുത്തുക. ഒപ്രസീവ് സ്ട്രക്ചറസ്, അടിച്ചമർത്തപ്പെടുന്ന ഘടനകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക. നമുക്ക് 2 രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളെ നശിപ്പിക്കാം. ഡിസ്ട്രോയിങ് ഓഫ് സ്ട്രക്ചർ, സ്ട്രക്ചറിനെ നശിപ്പിക്കാം. മറ്റൊന്ന്, സ്ട്രക്ചറിനെ റീബിൽഡ് ചെയ്യാം, പുനർനിർമ്മിക്കാം. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരിയാണ്. സഞ്ചാരം എന്നുള്ള
ആ ഒരു ടെലി പ്രോഗ്രാമിലൂടെ വളരെ ശ്രദ്ധേയനായ സന്തോഷ് ജോർജ് കുളങ്കര. അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് അത്ര സ്വീകാര്യമായി തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഹിറ്റ്ലറുടെ ഒരു വാക്ക് അദ്ദേഹം ചുവടെ പിടിച്ച് മനോഹരമായ ഒരു സന്ദേശം തന്നു. അത് എന്റെ ഹൃദയത്തിൽ ആകർഷിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറിനോട് മമത തോന്നുന്നില്ലെങ്കിൽ, ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ, അതൊരു പ്രസ്ഥാനമാകാം, അതൊരു സംഘടനയാകാം, നിങ്ങൾ നിൽക്കുന്ന ഏത് തലവുമാവാം, നിങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോട് മമത തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദരാവുക. അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ വാക്കുകളാണ്. നിങ്ങൾ നിശബ്ദരാവുക, എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ഗ്രഹിക്കുക, വ്യക്തമായ ഒരു ധാരണയിലെത്തുക, എന്നിട്ട് ആ സ്ട്രക്ചറിന്റെ മുകൾ തട്ടിൽ നിങ്ങൾ എത്തിച്ചേരുക. നിങ്ങൾക്ക് തുടർന്ന് ആ സ്ട്രക്ചറിന്റെ നിയമങ്ങളെയും സാധ്യതകളെയും തിരുത്താൻ കഴിയും. അപ്പോൾ ഒരു സ്ട്രക്ചർ നശിപ്പിച്ചത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഈ സമൂഹത്തിൽ ചില സ്ട്രക്ചറുകളാണ് ഒരു മനുഷ്യന്റെ വില നിർണ്ണയിക്കുന്നത്. VVIP ആണോ, VIP ആണോ, കോമൺ പീപ്പിൾ ആണോ, പുവർ പീപ്പിൾ ആണോ, പരിഷ്കൃതനാണോ, അപരിഷ്കൃതനാണോ, ഇങ്ങനെ എല്ലാ തലങ്ങളെയും നിയന്ത്രിക്കുന്നത് ചില ഘടനകളാണ്. ഈ ഘടനകൾ നശിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഘടനകളെ റീബിൽഡ് ചെയ്യുക, പുനർനിർമ്മിക്കുക. ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ വചന സന്ദേശം. ആ വചന സന്ദേശം ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഒരു വചന സന്ദേശമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ വചനധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാം. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ നിന്നാണ് വചനധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പള്ളി എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ സുനഗോഗ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. യേശു ഈ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂനിയായ സ്ത്രീ, ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാത്ത സ്ത്രീ, ഒരു രോഗബന്ധനത്തിന് അടിമപ്പെട്ട സ്ത്രീ ഇരിക്കുന്നത് യേശു കണ്ടു. യേശു അവളെ അടുക്കൽ വിളിച്ചു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ ശക്തമായ ഒരു നിർദ്ദേശം അവൾക്ക് നൽകി. യേശു അവളെ തൊട്ടു. തൽക്ഷണം അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ പള്ളിയിലെ പ്രമാണി, സുനഗോഗിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ മേധാവി, അവിടെ നിന്ന് പുരുഷാരത്തെ നോക്കിയിട്ട് പറയുകയാണ്, യേശുവിനോട് പറയേണ്ട വാക്കുകളെല്ലാം ഈ മനുഷ്യൻ പുരുഷാരത്തെ നോക്കിയിട്ട് പറയുകയാണ്. സൗഖ്യം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ ഈ ശബത്തിൽ വേണ്ട, അത് മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിലാകട്ടെ. തുടർന്ന് യേശു അവനോട് സംഭാഷണം ചെയ്യുകയാണ്. ഇതാണ് ഈ വേദഭാഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ട ആ കൂനിയായ സ്ത്രീയുടെ മേലുള്ള ചില ഘടനകളെയും യേശുക്രിസ്തു ആ ഘടനകളെ റീബിൽഡ് ചെയ്യുന്ന, പുനർനിർമ്മിക്കുന്ന അനുഭവങ്ങളെയും വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ധ്യാനിക്കാം. തുടർന്ന് കർത്താവ് ചെയ്ത ഈ ശുശ്രൂഷ നമുക്കും ഏറ്റെടുക്കാം. ഈ സമൂഹത്തിലെ ചില ഘടനകൾ, മറ്റുള്ളവരെ അടിച്ചമർത്തപ്പെടുത്തുന്ന ഘടനകളെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ഈ ക്രിസ്തീയ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്തേത്, യേശു സാമൂഹികമായ ഘടനകളെ പുനർനിർമ്മിക്കുന്നു. നമ്മുടെയും ഉത്തരവാദിത്തമാണ് സാമൂഹിക ഘടനകളെ പുനർനിർമ്മിക്കുക, നശിപ്പിക്കുകയല്ല, പുനർനിർമ്മിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. യേശു ഉപദേശിച്ച സ്ഥലം പള്ളിയാണ്. പള്ളിക്ക് ഞാൻ പറഞ്ഞു സുനഗോഗ്. ഈ സുനഗോഗ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ,
ബാബേൽ പ്രവാസ കാലഘട്ടം മുതലാണ് സുനഗോഗിന്റെ ഉത്ഭവം. BC 586, 539 ഈ കാലഘട്ടത്തിലാണ് ഈ സുനഗോഗിന്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകപരമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ അദ്ദേഹം വന്ന് യെരൂശലേം ദേവാലയത്തെ മുഴുവനും നശിപ്പിച്ചു, അഗ്നിക്കിരയാക്കി. വലിയ വലിയ ഭവനങ്ങൾ കൊള്ളയടിച്ചു. അങ്ങനെ ഒരു നഗരത്തെ, ദൈവാലയത്തെ നശിപ്പിച്ചിട്ട് കടന്നുപോയി. ഈ ഒരു നശീകരണത്തിൽ നിന്നാണ് സുനഗോഗിന്റെ ഉത്ഭവം തുടങ്ങുന്നത്. അങ്ങനെ ചിലരെയൊക്കെ പിടിച്ചുകൊണ്ട് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നു. ഈ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ഒരു വികാരമാണ് ദൈവാലയം. ദൈവാലയത്തെ കളഞ്ഞിട്ട് അവർക്കാർക്കും ഒരു ജീവിതമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സങ്കീർത്തനങ്ങൾ 137-ന്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ യെരൂശലേം ദേവാലയത്തിലെ ഗായക സംഘാംഗങ്ങളെ കുറിച്ചാണ് ഈ സങ്കീർത്തനം 137, 1, 2, 3, 4 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗായക സംഘ അംഗങ്ങൾ ബാബേൽ പ്രവാസത്തിൽ പോയി. അവർക്ക് ദൈവാലയത്തിൽ പോകാൻ കഴിയുന്നില്ല. കാരണം തങ്ങളുടെ ദൈവാലയം മുഴുവനും ചുട്ടു നശിപ്പിച്ചു. ഒരു സാധ്യതയുമില്ല. ദൈവത്തെ ആരാധിക്കാൻ പോലും സാധ്യതയില്ലാതെ ഭാരപ്പെടുന്ന അവർ അന്യദേശത്ത് യഹോവയുടെ പാട്ട് എങ്ങനെ പാടുമെന്നോർത്ത് വേദനപ്പെടുന്നു. അവർ അവരുടെ സംഗീത ഉപകരണങ്ങളൊക്കെ ഒരു അരുവിയുടെ ചുവട്ടിൽ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ട് ഞങ്ങൾ യഹോവയുടെ പാട്ട് എങ്ങനെ അന്യദേശത്ത് നിന്ന് പാടുമെന്ന് ഭാരപ്പെടുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുമിച്ച് കൂടാൻ, ആരാധിക്കാൻ, വചനം പഠിക്കാൻ, വിദ്യാഭ്യാസത്തിൽ വളരാൻ അവർ തുടങ്ങിയത് സുനഗോഗുകൾ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ദൈവാലയം നഷ്ടപ്പെട്ടു, ദൈവാലയവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, സ്വന്തം നാട് പോലും നഷ്ടപ്പെട്ട സമയത്ത് ദൈവവുമായി ഒരു ബന്ധം ഉണ്ടാകാൻ അവർ തുടങ്ങിയതാണ് സുനഗോഗ്. യേശുക്രിസ്തു ഇപ്പോൾ ഇരിക്കുന്ന പള്ളി, ദൈവാലയം സുനഗോഗാണ്. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്ന് വചനം പഠിക്കാൻ. അവരുടെ തോറയും കെത്തുവീമും നവീമും, കെത്തുവീം എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകം, നവീം എന്ന് പറഞ്ഞാൽ പ്രവചന പുസ്തകം, തോറ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതെല്ലാം അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ അനുഭവങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, സാമൂഹികമായ വളർച്ചയ്ക്ക് വേണ്ടി അവർ തുടങ്ങിയ ഒന്നാണ് ഈ പള്ളി അല്ലെങ്കിൽ ഈ സുനഗോഗ്. എന്നാൽ യേശുക്രിസ്തു ഈ നിമിഷം ഒരു ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ വർഷിപ്പുണ്ട്, ആരാധനയുണ്ട്, വചന പഠനമുണ്ട്, പഠിപ്പിക്കുന്ന ആള് പള്ളിപ്രമാണിയുണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. ഒരു കാര്യം കാണുന്നില്ല, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് വളരേണ്ട ദൈവാലയത്തിന്റെ ഉള്ളിൽ, സുനഗോഗിന്റെ ഉള്ളിൽ ഇതാ ഒരു സ്ത്രീ ഒട്ടും നിവരുവാൻ കഴിയാതെ, ഞാൻ ഇങ്ങനെ പറയും, ആരും ശ്രദ്ധിക്കാതെ. അവിടെ ഒരു നിയമമുണ്ട്, ശബത്തിൽ സൗഖ്യം പോലും കൊടുക്കാൻ പാടില്ല. അവൾ ദൈവാലയത്തിൽ വന്നെങ്കിലും കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, എല്ലാവരും ഒരുമിച്ച് വളരേണ്ട ഇടത്ത് ഇതാ ഒരാൾ ദുഃഖിച്ച് വേദനിച്ച് മാറിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുകയാണ്, സഭ എന്നത് ഒരുമിച്ച് വളരാനുള്ള ഇടമാണ്. അങ്ങനെ ആരെങ്കിലും അടിച്ചമർത്തപ്പെട്ട നിലയിലായിരിക്കുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. യേശു ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, കണ്ടു. ഇന്ന് ചിലത് കാണുന്നില്ല. തൊട്ടു മുമ്പിൽ നടക്കുന്നത് മനഃപൂർവ്വം കാണുന്നില്ല. കാരണം എനിക്ക് നഷ്ടം വരുമോ, എന്റെ പേരിന് ഭംഗം സംഭവിക്കുമോ, എന്റെ സാമ്പത്തികം ചോർന്നു പോകുമോ? കണ്ടിട്ടും കാണാത്തതുപോലെ കയ്യും കെട്ടി നിൽക്കുന്ന ധാരാളം പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടുകളിൽ വന്ന
അടിച്ചമർത്തപ്പെടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഏത് ഘടനയെയും കാണുവാൻ നമ്മുടെ കണ്ണുകൾ ശക്തിയുള്ളതായി തീരണം. അതാണ് യഥാർത്ഥ ആത്മീയത എന്നും പ്രാർത്ഥനയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് യഥാർത്ഥ ആത്മീയത, കാണുക. 2, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അത് അവളെ ശാക്തീകരിക്കുന്ന ഒരു വാക്കാണ്, അവളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണ്, അവൾക്കൊരു പ്രചോദനം കൊടുക്കുന്ന ഒരു വാക്കാണ്. ഒരു പ്രതീക്ഷകളുമില്ലാത്ത അവൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വാക്കാണ്. 2, നീ വായി തുറന്ന് സംസാരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോഴാണ് നമ്മൾ ഈ സാമൂഹിക ഘടനകളെ ഒന്ന് പുനർനിർമ്മിക്കുന്നത്. 3, യേശു അവളുടെ മേൽ കൈവച്ചു, സ്പർശിച്ചു, അവളുമായി താതാത്മ്യം പ്രാപിച്ചു. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കുള്ളതെല്ലാം അവൾക്ക് നൽകാനുള്ള ഒരു താല്പര്യം, ഒരു അഭിപ്രായം, പൂർണ്ണമായി അവളുമായി ചേർന്ന് കരങ്ങൾ കോർത്തു പിടിക്കാനുള്ള യേശുവിന്റെ വ്യഗ്രത. സഭ ഒരു സമയത്ത് ഈ ദൗത്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്തു. സഭ എന്ന് പറയുന്നത് വന്ന് കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരിടം മാത്രമായിരുന്നില്ല. നമുക്കറിയാം, മിഷണറിമാർ ഇവിടെ വന്ന് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. സാമൂഹിക എല്ലാ അസമത്വങ്ങളെയും അടിച്ചമർത്താൻ പാകത്തിൽ ജാതി വ്യവസ്ഥകളെ, മനുഷ്യനെ അടിച്ചമർത്തുന്ന ഓരോ ഘടനകളെ മിഷണറിമാർ ഇവിടെ വന്ന് അതിൻ്റെ മേൽ കൈവച്ച് ഇന്ന് നമ്മെ മനുഷ്യരാക്കി മാറ്റി. പക്ഷേ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, എവിടെയെങ്കിലും അടിച്ചമർത്തലുണ്ടോ? ഇന്ന് നമ്മളൊക്കെ ഒത്തിരി ഉയർന്നു കേട്ടോ, പക്ഷെ ഞാനും നിങ്ങളും കാരണം അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ മധ്യത്തിലുണ്ടോ? അവരെ സംസാരിക്കാൻ വിടത്തില്ല, അവരുടെ വാക്ക് ശ്രദ്ധിക്കത്തില്ല, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പരിഗണന പോലും കൊടുക്കാതെ മാറ്റി നിർത്തുന്ന സമയത്ത് സമൂഹത്തെ പുനർനിർമ്മിക്കുന്ന ക്രിസ്തു 3 കാര്യങ്ങൾ ചെയ്യുന്നു. ക്രിസ്തു കണ്ടു, കാണുക. 2, സംഭാഷിച്ചു, പൂർണ്ണമായി നിന്റെ വാക്കുകൾ കൊണ്ട് അവരെ ശാക്തീകരിക്കുക. 3, സ്പർശിക്കുക. അങ്ങനെ സാമൂഹികമായി മനുഷ്യനെ അടിച്ചമർത്തുന്ന ഘടനകളെ പുനർനിർമ്മിക്കാൻ എനിക്ക് കഴിയും. യേശുക്രിസ്തു ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം അതാണ്. 2, ബിൽഡപ്പ് റിലീജിയസ് സ്ട്രക്ചർ. മതപരമായ ഘടനകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ അടിച്ചമർത്തിയിരിക്കുന്നെങ്കിൽ അതിനെ ഒന്ന് നിർമ്മിക്കുക. മതപരമായ ഘടനകൾ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. വാട്ട് ഈസ് ഗോസ്പൽ? 2, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് സുവിശേഷം? എന്താണ് ആത്മീയത? ഞാൻ ഇങ്ങനെ പറയും, വീണുപോയവനെ നിവർത്തി നിർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് സുവിശേഷം. അടിച്ചമർത്തപ്പെട്ടവനെ, എടാ നീ എന്നും ഇങ്ങനെ കിടക്കേണ്ടവനല്ല, നീ നിവർന്നു നിൽക്കണം. ഇന്നലെ വരെ ഒന്ന് നിവരുവാൻ കഴിയാതെ നിന്ന കൂനിയായ സ്ത്രീ ഇപ്പോൾ നിവർന്നു നിന്നതുപോലെ വീണവനെ നിവർത്തി നിർത്താൻ ദൈവം എനിക്ക് തന്ന ടൂളാണ് ഗോസ്പൽ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? വീണുപോയവൻ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ അതാണ് ആത്മീയത. വീണുപോയവൻ എഴുന്നേറ്റ് നിൽക്കുക. ഇത് 2 മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്. ആത്മീയത എന്ന് പറയുന്നത് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയാത്തവൻ നിവർന്ന് നിൽക്കുന്നതാണ് ആത്മീയത. നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവനെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് സുവിശേഷം. വല്ലാണ്ടൊരു കാലഘട്ടത്തിലാ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കാലഘട്ടവുമായി വളരെ ബന്ധമുണ്ട്. നഹൂം പ്രവാചകന്റെ പുസ്തകം, പ്രത്യേകിച്ച് നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ പറയുന്നത്, ദൈവത്തിന് വിരോധമായി ദോഷം ചെയ്യുന്നവൻ, തിന്മ ശക്തികൾ പെരുകുന്നൊരു കാലഘട്ടം. തിന്മ ശക്തികൾക്കാണ് വിജയം.
ഈ കാലഘട്ടത്തിൽ തിന്മ ശക്തികൾ ധാരാളമായി പെരുകുന്നു. രണ്ട്, നിസ്സാരത്വം ആലോചിക്കുന്നവർ. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ കള്ളം, പച്ച കള്ളത്തെ സത്യമെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഹിറ്റ്ലറുടെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ പ്രചരിപ്പിക്കുക, ആർട്ട് ഓഫ് പ്രൊപ്പഗേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു കലയെന്നാ പറയുന്നത്. ഈ പ്രചരിപ്പിക്കുന്നത്, വലിയ നുണയുണ്ടാക്കി അതിനെ ലളിതമാക്കി അതിനെ പറഞ്ഞു നടന്ന് അവസാനം വിശ്വസിപ്പിക്കും. വലിയൊരു നുണയുണ്ടാക്കി അതിനെ ലളിതമാക്കി അതിനെ പറഞ്ഞു നടന്ന് എല്ലാവരുടെ ഹൃദയത്തിലും അത് വിശ്വസിപ്പിക്കും. ദ ആർട്ട് ഓഫ് പ്രൊപ്പഗേണ്ട, ഇതാണ് അതിനെ പറയുന്ന വാക്ക്. അപ്പോൾ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ നുണയെ നുണയായിട്ടല്ല, നുണയെ സത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കാം, അങ്ങനെ ഒരു കാലഘട്ടമല്ലേ? പിന്നെ അഹങ്കാരത്തിന്റെ ഒരു കാലഘട്ടം. ഒരു മനുഷ്യനും ആരുടെ മുൻപിലും വിനയപ്പെടുന്നില്ല, പ്രായഭേദമില്ല, ഒരവസ്ഥകളുമില്ല. ആരും ആരുടെ മുൻപിലും അടിയറവ് പറയാൻ ബില്ലിംഗ് അല്ല. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ശിഥിലമായി പോകുന്ന ഒരു കാലഘട്ടം. മക്കളുടെ മുഖത്ത് നോക്കി ഒന്ന് ഉപദേശിക്കാൻ അപ്പനും അമ്മയ്ക്കും പറ്റുന്നില്ലെന്നേ. ശുശ്രൂഷകര് പോലും പറയുന്ന വാക്കുകൾക്ക് യാതൊരു ഒരു മുഖവില പോലും കൊടുക്കാത്ത ധാരാളം ജനങ്ങൾ പെരുകുന്നൊരു കാലഘട്ടം. ആരും ആരെയും വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ തയ്യാറാകുന്നു. ഞാനാണ് ശക്തൻ, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മതപരമായ തലത്തിലും അടിച്ചമർത്തപ്പെടലുകളുണ്ട്. മതം നല്ലതാണ്, പക്ഷെ മതം ചിലപ്പോഴൊക്കെ അന്ധത വരുത്തും, മതം ചിലപ്പോഴൊക്കെ ദോഷം വരുത്തും. ഞാൻ ഉദാഹരണം പറയാം. ഭാരതത്തിൽ മാത്രം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് ജാതി. ഈ ജാതിയുടെ തുടക്കം മതത്തിൽ നിന്ന. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും മനുഷ്യനെ തിരിച്ചത് മതമാണ്. മതമാണ് മനുഷ്യനെ ഇങ്ങനെ തിരിച്ച് ജാതിയുടെ വേര് ഈ ഭാരതത്തിൽ ഇന്ന് ഓരോ ഹൃദയങ്ങളിലും ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അകത്ത് ചില ഘടനകളുണ്ട്. ഈ ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു ദോഷം ഞാൻ പറയട്ടെ. മതത്തിന്റെ ദോഷമല്ല, ക്രിസ്ത്യാനികളുടെ ദോഷമെന്ന് ഞാൻ പറയും. ഒരു മനുഷ്യനൊരു വീഴ്ചയുണ്ടായി, ഒരു അപകടം ഉണ്ടായെന്നിരിക്കട്ടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗം ഉണ്ടായെന്നിരിക്കട്ടെ, കുടുംബത്തിന്റെ അകത്തൊരു മരണം ഉണ്ടായെന്നിരിക്കട്ടെ. ആ സമയത്ത് ചിലരെങ്കിലും ഒരുമിച്ച് കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, അവൻ ചെയ്ത പരിപാടികൾ കൊണ്ടാണെന്നേ, അവൻ അത് തന്നെ വരും, കാരണം അവന്റെ പ്രവൃത്തികൾ അങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനുഷ്യൻ പറയുമ്പോൾ ഒന്നാമത് ആ രോഗം കൊണ്ട് അല്ലെങ്കിൽ ആ വേർപാട് കൊണ്ട് ആ ഒരു കഷ്ടത കൊണ്ട് അവന് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയും കൂടെ പറയുമ്പോൾ ഒട്ടും നിവരാൻ കഴിയാത്ത സ്ത്രീയെ പോലെ അവനായിത്തീരുന്നു, ഒട്ടും നിവരാൻ കഴിയാത്ത സ്ത്രീയെ പോലെ. ഇവിടെ ഈ മതത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യനെ ഒന്ന് നിവർത്തി നിർത്തുന്നതാണ് റീബിൽഡിംഗ് ഓഫ് റിലീജിയസ് സ്ട്രക്ചറസ്. റീബിൽഡിംഗ്. നിന്റെ മതം ശരിയല്ല എന്ന് പറഞ്ഞ് സ്ട്രക്ചറിനെ പൊളിക്കുകയല്ല, മതത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടവനെ നീ പുനർനിർമ്മിക്കുക. അതിന് നീ ചെയ്യേണ്ടത് സുവിശേഷം പറയുക. നട്ടല്ലില്ലാതെ വളഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ നട്ടല്ലോടുകൂടെ നിരത്തുന്ന സുവിശേഷം പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള മനുഷ്യൻ നിവർന്നു നിൽക്കുമ്പോൾ അവനൊരു സ്പിരിച്വൽ മാനായിട്ട് മാറും. ആ ഒരു തലത്തിലേക്ക് മതപരമായ ഘടനകളെ റീബിൽഡ് ചെയ്യാൻ എനിക്ക് നിനക്കും കഴിയുമോ? ഇതാണ് രണ്ടാമത്തെ ശക്തമായ ചോദ്യം. ഒന്ന്, ഈ സാമൂഹികമായ ചുറ്റുപാടുകളിൽ, സാമൂഹിക ഘടനകളിൽ വന്നുപോയ മനുഷ്യനെ അടിച്ചമർത്തുന്ന ഘടനകളെ റീബിൽഡ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, കാണണം. ഒന്ന്, അവനുമായിട്ട് സംസാരിക്കണം. മൂന്ന്, നീ അവനെ ഒന്ന് സ്പർശിക്കണം. രണ്ടാമത്തേത്, മതപരമായ ഘടനകളെ നീ റീബിൽഡ് ചെയ്യേണ്ടത് സുവിശേഷം കൊടുക്കണം, അവനെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണം. മതത്തിന്റെ പേരിൽ ആരെങ്കിലും അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടം അല്ലാണ്ടൊരു കാലഘട്ടം. നഹൂം പ്രവാചകൻ പറയും പോലെ തിന്മ മാത്രം പെരുകുന്നൊരു കാലഘട്ടം. തിന്മ മാത്രം, പച്ചക്കള്ളം സത്യമെന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടം. ഏറ്റവും പ്രധാന അഹങ്കാരികളായി ജീവിക്കുന്ന ഒരു കാലഘട്ടം.
ഇവിടെ സുവിശേഷം പറയണം, മനുഷ്യനെ ഒരു ആത്മീയ മനുഷ്യനാക്കി നിർത്താൻ കഴിയണം. 3, റീബിൽഡിംഗ് ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചറസ്. രാഷ്ട്രീയമായ കാര്യങ്ങൾ. ഈ സംഭവത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. യഥാർത്ഥ കപട രാഷ്ട്രീയത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഈ വാക്യത്തിൽ കാണാം. കർത്താവായ യേശു ക്രിസ്തു ഒരു നന്മ ചെയ്യുന്നു. ഒരു സ്ത്രീ നിവരാൻ കഴിയാതെ നിൽക്കുന്ന സ്ത്രീയെ അവളെ നിവർത്തി 10 പേരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളാക്കി തീർത്തപ്പോൾ, അത് ശരിക്കും അറിയണമെങ്കിൽ യഹൂദന്മാരുടെ ആരാധന മനസ്സിലാക്കണം. ഒരു യഹൂദൻ ആരാധിക്കുന്നത് നിന്നുകൊണ്ട് 2 കൈയും എടുത്ത് ഇങ്ങനെ വിടർത്തി, ദൈവമേ നീ എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി എന്ന് പറയുന്നവനാണ് യഹൂദൻ. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് നിവരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൾ നിവർന്ന് നിന്ന് ദൈവമേ സ്തോത്രം എന്ന് അവൾ പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചപ്പോൾ ഇനി ഒരു കപട രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് കാണാം. പള്ളിപ്രമാണി നീരസപ്പെട്ടു. അത് മനസ്സിലാണേ, പുറത്ത് ആരുടെ പറയുന്നില്ല. എന്നിട്ട് യേശുവിനോട് പറയേണ്ട വാക്കുകൾ യേശുവിന്റെ മുഖത്ത് നോക്കാതെ ദൂരെ നിൽക്കുന്ന പുരുഷാരത്തെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഇൻഡയറക്റ്റ് ആയിട്ടാണ് സംസാരം, മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല. കാണുമ്പം മാഷെ സാറേ എന്നൊക്കെ വിളിക്കുമെങ്കിലും പുറത്ത് വാക്കുകൾ, അത് കപട രാഷ്ട്രീയത്തിന്റെ ഒരു വളരെ ശക്തമായ ഒരു ധ്വനിയാണ്. മുഖത്ത് നോക്കാതെ പുരുഷാരത്ത് നോക്കിയിട്ട് പറയുകയാണ്. പറയുന്നത് പുരുഷാരത്തോടല്ല, യേശുവിനോടാണ്. വേല ചെയ്യുവാൻ 6 ദിവസമുണ്ട്, വേണമെങ്കിൽ ശബത്തിൽ വന്ന് സൗഖ്യപ്പെടുത്തിക്കോ. യേശുവിനോട് പറയേണ്ടത് ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഈ കപട രാഷ്ട്രീയത്തിന്റെ 2 ലക്ഷണങ്ങളാണ്. 1, മുഖത്ത് നോക്കി പറയത്തില്ല. 2, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ഒരു കലക്കം ഉണ്ടാക്കിയിടുക. ഇവിടെയാണ് യേശു വളരെ ശക്തമായി സംസാരിക്കുന്നത്. കർത്താവ് അവനോട്, പള്ളിപ്രമാണിയോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിന് തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? യേശു യഥാർത്ഥ ഒരു രാഷ്ട്രീയം പണിയുകയാണ്. രാഷ്ട്രീയം മോശം എന്ന് പറഞ്ഞ് ആ സ്ട്രക്ചറിനെ പൊളിക്കുകയല്ല. പറയേണ്ടത് മുഖത്ത് നോക്കി അവനൊരു താക്കീത് കൊടുക്കുകയാണ്. എടാ, നീ നിന്റെ കഴുതയെ, നീ നിന്റെ കാളയെ നീ വെള്ളം കുടിപ്പിക്കാൻ അഴിച്ചുകൊണ്ടൊക്കെ പോകത്തില്ലേ? നീ കപടനല്ലേടാ. മുഖത്തു നോക്കി സംസാരിക്കുന്നു, അവനെതിരെ താക്കീത് കൊടുത്ത് സംസാരിക്കുന്നു. എന്നിട്ട് 16-ാം വാക്യം, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിന്റെ മകളെ ഈ ശബത്ത് നാളിൽ ഞാൻ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ശ്രദ്ധിക്കണേ, യഥാർത്ഥ ഒരു രാഷ്ട്രീയം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം. ഇവളും അബ്രഹാമിന്റെ മകളാണ്. നിങ്ങളെപ്പോലെയുള്ള അസ്ഥിയും മജ്ജയും മാംസവും ഞരമ്പുകളും എല്ലാമുള്ള ദൈവത്തിന്റെ അതേ സൃഷ്ടിയാണിവൾ. നിനക്കത് മനസ്സിലാകുന്നില്ലേ? എന്തിനു നീ ഇവളെ അടിച്ചമർത്തുന്നു? നിന്റെ കാളയും നിന്റെ കഴുതയും അതിന് തുല്യമായിട്ടെങ്കിലും നിനക്ക് ഇവിടെ ചിന്തിച്ചൂടെ? കപട രാഷ്ട്രീയത്തെ ഒരു സത്യസന്ധമായ രാഷ്ട്രീയ തലത്തിലേക്ക് യേശു പുനർനിർമ്മിക്കുകയാണ്. മുഖത്തു നോക്കി സംസാരിക്കുന്നു, സത്യം സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെങ്ങനെ കഴിയും? ഇതെങ്ങനെ കഴിയും? ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുഖത്ത് നോക്കി സത്യം സംസാരിക്കാൻ കഴിയുമോ? കാരണം മുഖത്തു നോക്കി സത്യം സംസാരിച്ചാൽ അവനെ വിച്ഛേദിച്ച് കളയുന്ന ഒരു കാലഘട്ടമാണ്. പറ്റത്തില്ല. അവനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് കള്ള കേസുകൾ കുടുക്കി നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ.
അത് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്നത്തെ സങ്കീർത്തനം. 113 സങ്കീർത്തനം. ആ സങ്കീർത്തനം എഴുതപ്പെടുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ മക്കാബിയ ലഹള നടക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഈ മക്കാബിയ ലഹള എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്. ഏകദേശം 400 വർഷം ദൈർഘ്യമുള്ള ഒരു കാലഘട്ടം. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ആ ചരിത്രത്തിന് പറയുന്ന പേരാണ് ഇടക്കാല ചരിത്രം. അപ്പോൾ നടന്ന ഒരു ലഹളയാണ് മക്കാബിയ ലഹള. ആ ലഹളയെ കുറിച്ച് ചരിത്രത്തിൽ പഠിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് പന്നിയെ യാഗം ചെയ്തു. പന്നി എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് വെറുപ്പുള്ള ഒരു മൃഗമാണ്. പന്നിയെ യാഗം ചെയ്തു. ശരിക്കും ദൈവാലയത്തിന്റെ അകത്ത് വ്യഭിചാരം ശക്തമാക്കി. എന്ന് പറഞ്ഞാൽ ഈ ഒരു യഹൂദന്റെ വികാരമാണ് ദൈവാലയം. ആ ദൈവാലയത്തെ എത്രത്തോളം അപമാനിക്കാൻ കഴിയുമോ അത്രത്തോളം അപമാനിച്ചു. അതായത് ശരിക്കും യഹൂദന്മാർ ഏറ്റവും ഭാരപ്പെട്ട ഒരു സമയമായിരുന്നു മക്കാബിയ ലഹള നടക്കുന്ന സമയം. ആ സമയത്ത് എഴുതിയ സങ്കീർത്തനം 113 7 8 വാക്യം: അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഞങ്ങളെ ഇരുത്തും. ദൈവം അങ്ങനെ ഇരുത്തി. അപ്പൊ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിട്ട് ദൈവം നടത്തിയ വഴികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുഖത്തു നോക്കി സത്യം സംസാരിക്കാനും അടിച്ചമർത്തപ്പെട്ടവന് താക്കീത് കൊടുക്കാനും അടിച്ചമർത്തപ്പെട്ട ജനത്തെ ഉദ്ധരിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ റീബിൽഡിങ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ധാരാളം പേർ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുക. ഈ അടിച്ചമർത്തപ്പെടുന്നത് ചില ഘടനകളുടെ വ്യവസ്ഥയിലാണ്. മതപരമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ ചില ഘടനകളാണ് മനുഷ്യനെ അടിച്ചമർത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ കരകയറ്റാം? ക്രിസ്തു ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, സാമൂഹികമായി കരകയറ്റാൻ നീ താല്പര്യപ്പെടുന്നെങ്കിൽ നീ കാണണം, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കരുത്. നീ കാണണം, നീ സംസാരിക്കണം, നീ തൊടണം. 3 കാര്യങ്ങൾ ചെയ്യണം. മതപരമായിട്ടാണെങ്കിൽ നട്ടല്ലുയർത്തി നിൽക്കാൻ നീ സുവിശേഷം പറയണം. അവനെ ഒരു ആത്മീയ മനുഷ്യനാക്കി നിർത്തണം. ഈ നട്ടല് ഇല്ലാത്ത മനുഷ്യൻ നട്ടല്ലോടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ആരുടെ മുൻപിലും തളർന്നു പോകാതെ ഏത് വിഷയങ്ങൾക്ക് നടുവിലും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും നീ ഒരു ആത്മീയനാണ്. 3, പൊളിറ്റിക്കൽ. മുഖത്ത് നോക്കി പറയത്തില്ല, ആശയക്കുഴപ്പം സൃഷ്ടിക്കും. അത് കപട രാഷ്ട്രീയമാണ്. അതിനെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി താക്കീത് കൊടുക്കേണ്ടവന് താക്കീതും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദം, അവർക്ക് ശബ്ദം കൊടുക്കാനുള്ള പ്രേരണയും നൽകാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ അവിടെ പണിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാർട്ടിൻ ലൂതറിന്റെ മനോഹരമായ ചില വാക്കുകൾ ഞാൻ പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കാം. മാർട്ടിൻ ലൂതർ പറയുകയാണ്, സഭയ്ക്ക് നേതാക്കന്മാർ ആവശ്യമുണ്ട്. സഭയ്ക്ക് നേതൃത്വം ആവശ്യമാണ്. നേതാക്കന്മാർക്കുണ്ടാകേണ്ട ക്വാളിറ്റി 2 കാര്യങ്ങൾ. ഒന്ന്, സാധ്യതകളെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. സാധ്യതകൾ, എത്രത്തോളം സാധ്യത ഞാൻ നിൽക്കുന്ന കോൺഗ്രിഗേഷനിലുണ്ട്, സാധ്യതകളെ ഏറ്റെടുക്കാൻ കഴിയണം. 2, നിലവിലെ സ്ഥിതിയെ വെല്ലുവിളിക്കാനും കഴിയണം. കൊള്ളാന്ന് പറഞ്ഞാൽ പോരാ, നിലവിലെ സ്ഥിതിയെ വെല്ലുവിളിക്കാനും സാധ്യതകളെ ഏറ്റെടുക്കാനും കഴിയുന്ന നല്ല ക്രിസ്ത്യൻ ലീഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് അടിച്ചമർത്തപ്പെട്ട ഘടനകളെ രൂപപ്പെടുത്താൻ കഴിയും. സ്ട്രക്ചറുകളെ നശിപ്പിച്ചിട്ടൊരു കാര്യമില്ല. ഇന്ന് അങ്ങനെയാ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അങ്ങ് നശിപ്പിച്ച് കളയാ. നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, റീബിൽഡിങ്. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.